അപ്പനും അമ്മ എന്താണോ തരുന്നത് അതിലങ്ങോട്ട് സന്തോഷിക്കുക. അങ്ങനത്തെ ഒരു രീതി പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കണ്ടമാനം വചനം പഠിക്കുകയോ കണ്ടമാനം ധ്യാനം പോവുകയോ ചെയ്തതൊന്നുമല്ല. ഓരോ കാര്യങ്ങളിലും ആ പാപത്തിൽ പെടാതെ എൻ്റെ ദൈവം എന്നെ സംരക്ഷിച്ചത്. ഈ അപ്പനും അമ്മയും തരുന്നതിൽ, ഈ അപ്പൻ്റെ അമ്മയുടെയും ആ ക്രമീകരണത്തിൽ ഒരു പൂർണ്ണ തൃപ്തി എൻ്റെ ഹൃദയത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. അല്ലെ, പിന്നീട് വചനം പഠിച്ചപ്പോൾ മനസ്സിലായി ഈ അപ്പനോടും അമ്മയോടുള്ള ഈ ഒരു പ്രത്യേക ഒരു തൃപ്തി, ആ ഒരു സന്തോഷം, ആ ഒരു ഐക്യം, അത് എനിക്ക് അനുഗ്രഹമായി കർത്താവ് കണക്കാക്കി. ഇത് നമ്മൾ വായിക്കുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ. മകനേ, നിന്റെ പിതാവിൻ്റെ കൽപ്പന കാത്തുകൊള്ളുക, നിന്റെ അമ്മയുടെ ഉപദേശം നീ നിരസിക്കരുത്, അവയെ നീ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചു വെക്കുക, അവ നിന്റെ കഴുത്തിൽ ധരിക്കുക. നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും, കിടക്കുമ്പോൾ അത് നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും. നോക്കുക, എത്രയോ വലിയൊരു സംവിധാനമാണത്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് വചനം പഠിക്കാനോ അല്ലെങ്കിൽ ഈ ബൈബിളെല്ലാം കാണാതെ പഠിക്കാനോ ഒരു അന്തരീക്ഷം എനിക്ക് ഉണ്ടായിരുന്നില്ല, അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും ആ ഒരു ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചപ്പോൾ ആ ഉപദേശങ്ങൾ ദൈവവചനം ഒരു വ്യക്തിയെ കാക്കുന്നത് പോലെ എന്നെ കാത്തു സൂക്ഷിച്ചു എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതാണ് സുഭാഷിതങ്ങൾ 6-ാം അധ്യായത്തിൽ ഈ വചനങ്ങൾ നമ്മൾ വായിച്ചത്. വചനം പഠിപ്പിക്കുകയാണ്, കിടക്കുമ്പോൾ അത് നിന്നെ കാത്തുകൊള്ളും. കിടക്കുന്ന സമയത്ത് ഒരു ചിന്ത, ഒരു പൈശാചിക ആക്രമണം പോലും ഉണ്ടാകാതെ കിടക്കുമ്പോൾ അത് നിന്നെ കാക്കും, ശക്തിയുണ്ട് അതിന്. അടുത്തത്, ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും, നടക്കുമ്പോൾ അത് നിന്നെ നയിക്കും. അത്രമാത്രം വലിയ ഒരു കൃപ മാതാപിതാക്കന്മാരുള്ള ഹൃദയ ഐക്യത്തിനുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം, അതാണിത്, CCC കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2216-ാം ഖണ്ഡിക പഠിപ്പിക്കുകയാണ്, മക്കൾക്കടുത്ത ബഹുമാനം. ഈ ഒരു ജീവിത രീതിയുടെ പേരാണ് മക്കൾക്കടുത്ത ബഹുമാനം. അല്ലെങ്കിൽ അതിന് മറ്റൊരു വാക്കുണ്ട്, മക്കൾക്കടുത്ത ഭക്തി. മക്കൾക്കടുത്ത ഭക്തി. അപ്പോൾ മക്കൾക്കടുത്ത ബഹുമാനം, മക്കൾക്കടുത്ത ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സംരക്ഷണമാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിളക്കാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഒരു ഉയർച്ചയുടെ ഒരു നിക്ഷേപമാണ്. ഇത് തക്ക സമയത്ത് നമ്മളെ ഓടി വന്ന് സഹായിക്കും. അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുകയാണ് 2216, മക്കൾക്കടുത്ത ബഹുമാനം അത് നിന്റെ ജീവിതത്തിൽ നീ നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും, നീ കിടക്കുമ്പോൾ നിന്നെ കാത്തു സൂക്ഷിക്കും, നീ ഉണരുമ്പോൾ അത് നിന്നെ ഉപദേശിക്കും. അതുകൊണ്ട് വിവേകമുള്ള ഒരു മകൻ, വിവേകമുള്ള ഒരു മകൾ പിതാവിൻ്റെ ഉപദേശം, മാതാവിൻ്റെ ഉപദേശം കേൾക്കാൻ ആഗ്രഹിക്കും. എന്നാൽ പരിഹാസ സ്വഭാവമുള്ളവനാകട്ടെ മാതാപിതാക്കളുടെ ശാസനം അവഗണിക്കുന്നു. അതായത് നമ്മളൊരു വഷള സ്വഭാവമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ, ഒരു പരിഹാസിയായ ഒരു ഹൃദയമാണ് എന്തേ നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ, മാതാപിതാക്കന്മാർ ഒരു കാര്യം പറയുമ്പോൾ അതിനോടൊരു പുച്ഛം തോന്നും, അതിനൊരു വെറുപ്പ് തോന്നും, അതിനൊരു വിലയില്ലായ്മ തോന്നും. അവരുടെ അറിവില്ലായ്മയെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇവർക്ക് എന്താ അറിവുള്ളത്, ഇവർക്ക് എന്ത് ബുദ്ധിയുള്ളത്, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, എന്നെ കണ്ടമാനം ഉപദേശിക്കാനെന്ന് വരണ്ട, എനിക്കറിയാം. ഈ ഒരു രീതി ശരിയല്ല. ഇത് ദൈവവചന പ്രകാരമുള്ള കൾച്ചറല്ല, ഇത് ദൈവവചന പ്രകാരം രീതിയല്ല. ഞാൻ എൻ്റെ ജീവിതം, നീ നിന്റെ ജീവിതം, ഇങ്ങനെ മാതാപിതാക്കന്മാരോട് ഇങ്ങനെ കൊമ്പ് കുറക്കാൻ നിൽക്കരുത്. പ്രഭാഷകൻ 32:12, നീ അഹങ്കാരപൂർവം സംസാരിച്ച് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മാതാപിതാക്കൾ, അവരോട് ഹൃദയം കൊണ്ടൊരു ഐക്യം, അവരോടൊരു ബഹുമാനം, അവരോടൊരു ആദരവ്, അവരോടൊരു സ്നേഹം, ഇതെല്ലാം അവിടുന്ന് നൽകണമേ കർത്താവേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഓ ദൈവമേ, ആത്മാവിനെ അയക്കണമേ, വിവേകത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ. നെറികെട്ട വാക്കുകൾ പറയാതെ, തൻ്റെ അടി സ്വഭാവം കാണിക്കാതെ, തന്നിഷ്ടക്കാരനായി മാറാതെ, അഹങ്കാര വാക്കുകൾ പറയാതെ, ഒരു സ്നേഹം, ഒരു ഐക്യം, ഒരു ബഹുമാനം, ഒരു ആദരവ്, ഒരു വിനയം, മാതാപിതാക്കളുമാണ്
ബന്ധത്തിൽ പിതാവേ, പരിശുദ്ധാത്മാവേ, അവിടുന്ന് നട്ടുപിടിപ്പിക്കണമേ. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും വിധത്തിൽ മാതാപിതാക്കന്മാരോട് കയർക്കുകയും ആ വിധത്തിൽ അവരെ വേദനിപ്പിക്കുകയും അവരെ ഉപേക്ഷിക്കുകയും അവരോട് നിന്ന കാണിക്കുകയും ചെയ്ത ഏതെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ദൈവമേ, ഇന്ന് കുമ്പസാരത്തിൽ അത് ഏറ്റു പറയാൻ, അനുദപിച്ച് അത് ഉപേക്ഷിക്കാൻ, കുടുംബത്തിലേക്ക് അനുഗ്രഹത്തിന് നീർച്ചാല് തുറക്കാൻ പരിശുദ്ധാത്മാവൻ അയച്ച് ഈ പ്രിയപ്പെട്ട പൊന്നോമനകളെ, ഈ പ്രിയപ്പെട്ട മക്കളെ അവിടുന്ന് ഇപ്പോ അനുഗ്രഹിക്കണമേ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 6-ാം തിരുലിഖിതം. മാതാപിതാക്കളത്രേ മക്കളുടെ അഭിമാനം. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാവായ കർത്താവ് നമ്മോട് പറഞ്ഞു, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അവിടുന്ന് നീതി പുലർത്തുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവിടുന്ന് അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിലവിളിക്ക് ഉത്തരം തരുന്ന കർത്താവ് ബൈബിളിലെ ദൈവം. രണ്ട് കരങ്ങളും രക്ഷിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. ഇതാ യേശുവാണ് നമ്മുടെ സന്നിധിയിൽ. ഇതാ സത്യമായി യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ. നിങ്ങൾ സമ്മേളിച്ചിരിക്കുന്ന മുറി മുഴുവനിലേക്കും ഇപ്പോൾ യേശുവിൻ്റെ വചനത്തിന് ശക്തി, തിരു രക്തത്തിന് ശക്തി, തിരുനാമത്തിന് ശക്തി നിറയുകയാണ്. കരങ്ങളെ ഉയർത്തുക, യേശുവിലേക്ക് നോക്കുക. എല്ലാവരും വിളിക്കട്ടെ, യേശുവേ, യേശുവേ. ഓ മഹത്വത്തിൻ്റെ രാജാവേ, കുടുംബങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് ഇടിമിന്നൽ പോലെ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കാലങ്ങളായി ഈ കുടുംബങ്ങളിൽ തളം കെട്ടി കിടക്കുന്ന എല്ലാ തകർച്ചകളുടെ മേലും അത്ഭുത ശക്തി വ്യാപരിച്ച് എല്ലാ തകർച്ചകളും, പരാജയങ്ങളും, കണ്ണുനീരും, എല്ലാ അധപതനങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ കുഞ്ഞുങ്ങളെല്ലാം അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ രോഗികളുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും രോഗികൾ യേശുവിന്റെ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥന, മരവിപ്പ്, മന്ദത, വെറുപ്പ്, വിദ്വേഷം, ദൈവത്തോട് സ്നേഹമില്ലായ്മ, എല്ലാ തരത്തിലുള്ള ദുരദൃഷ്ടങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 ആരാധന. രണ്ടു മാസം മുൻപേ എൻ്റെ പെടലിക്ക് ഒരു മുഴയുണ്ടായി. ആ മുഴ ഞാൻ ചെത്തുപ്പുഴ ഹോസ്പിറ്റലിൽ ചെന്ന് എമർജൻസിയായി ഓപ്പറേഷൻ നടത്തി. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീണ്ടും ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്ന്. ഞാൻ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെത്തുപ്പുഴ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തു. ഞാൻ ആ ധ്യാനം കൂടി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ മുറിവ് വളരെ കരിഞ്ഞു, പെട്ടെന്ന് കരിഞ്ഞു എന്ന് പറഞ്ഞു. അന്ന് ആ ധ്യാനത്തിൽ മുഴുവനും ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇനിയും ഈ മുഴ ഉണ്ടാകല്ലേ എന്ന്.
കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും ഈ ധ്യാനത്തിന് മുമ്പേ 6-ാം തീയതി വീണ്ടും എൻ്റെ പെടലിക്ക് വീണ്ടും മുഴ ആരംഭിച്ചു. അപ്പോൾ ഞാൻ ഭീതമായ ഭാരപ്പെട്ട നമ്മുടെ ഈ ധ്യാന അച്ഛനുൾപ്പെടെ വന്ന ഈ ട്രൂപ്പിന് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എത്ര വേദന ഉണ്ടായാലും ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഓപ്പറേഷത്തിന് പോവുകയുള്ളൂ. ഡോക്ടർ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, തിങ്കളാഴ്ച ഇനി വരണം, ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. ഈ മുഴ ഓപ്പറേറ്റ് ചെയ്ത് എടുത്ത് മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. തിങ്കളാഴ്ച ഓപ്പറേഷൻ വരാൻ പറഞ്ഞു. പക്ഷെ അന്നേരം പറഞ്ഞു, ഇല്ല, ടീമിന് ഭക്ഷണം കൊടുക്കേണ്ട ചുമതലയുള്ള ചേട്ടനാണ്, അതുകൊണ്ട് ടീമിന് ഭക്ഷണം കൊടുത്തിട്ട് ധ്യാനം കഴിഞ്ഞിട്ട് വന്ന് ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടോ അതിനുശേഷം ഞാൻ എല്ലാ സമയങ്ങളിലും രോഗശാന്തി ശുശ്രൂഷ സമയത്തിലും ആരാധന സമയത്തിലും ഈ പന്തലിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇരുന്നു കൊണ്ടും ഞാൻ അത് കാണും, അത് ഉൾക്കൊള്ളുമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച 10 മണിക്ക് പന്തലിൻ്റെ വലത്തേ ശശത്തിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, എന്തെങ്കിലും ശരീരത്തിന് വേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ആ ഭാഗത്തേക്ക് വയ്ക്കുക. എല്ലാ ശരീരം മുഴുവനും വേദനയാണെങ്കിൽ ഉച്ചിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ അഭിഷേകാഗ്നി നടത്തിയപ്പോൾ എനിക്ക് മറ്റൊന്നും സംഭവിച്ചില്ല ആ അവസരത്തിൽ. പക്ഷെങ്കിൽ ഞാൻ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ആ ഭക്ഷണശാലയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വേപ്പലാതി ഉണ്ടായി. ഞാൻ അവിടെ കിടന്നു, ഒന്ന് മയങ്ങി. അപ്പോൾ ആരോ വന്ന് എന്നെ വിളിച്ചു. ഞാൻ ഞെട്ടി ഉണർന്നു. ആ എഴുന്നേറ്റ ഉടൻ എൻ്റെ വേദന മാറി. എൻ്റെ ആ മുഴ ശൂന്യമായി അവിടെ നിന്നും. എനിക്ക് ആ മുഴ ഇപ്പോൾ ഇല്ല, വേദനയില്ല. കർത്താവ് എന്നെ തൊട്ടു. കർത്താവിന്റെ ആ സംരക്ഷണം എന്നിൽ ഉണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത് മുഴ കഴുത്തിന് പുറകിൽ ഉണ്ടായിരുന്നതാണ്. പ്രാർത്ഥനയുടെ സമയത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ മുഴയിൽ തൊട്ടങ്ങ് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് പോയി ആ സമയത്ത് മുഴ തൊട്ട് പ്രാർത്ഥിച്ചെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം കണ്ടില്ല. ഇവിടുന്ന് പോയി ആ പള്ളിമുറിയുടെ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ കുഴഞ്ഞ് അവിടെ കടന്ന് കുറേ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും അതിനുശേഷം എഴുന്നേറ്റപ്പോൾ വേദന അപ്രത്യക്ഷമായി. പിന്നെ വേദനയില്ല, മുഴയുണ്ട്, വേദനയില്ല. പിറ്റേ ദിവസം ഇന്നലെ രാവിലെ നേരം എടുത്ത് എഴുന്നേറ്റപ്പോൾ മുഴ ചുങ്ങി വന്നു. ഇന്ന് നേരം എടുത്ത് എഴുന്നേറ്റപ്പോൾ കംപ്ലീറ്റ് മുഴയും അപ്രത്യക്ഷമായി. ഒട്ടും മുഴയില്ലാത്ത പെടലിയുമായിട്ടാണ് നിൽക്കുന്നത്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു.